മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കൃപയും നിങ്ങളോട് കൂടെ ഈ ദിവസം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് തിരുസഭ ഈശോയുടെ ദേവാലയ പ്രവേശനത്തിൻ്റെ തിരുനാളും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണ തിരുനാളും കൊണ്ടാടുകയാണ്. മോശയുടെ നിയമമനുസരിച്ച് യോസേപ്പിതാവും മാതാവും ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നത് നമ്മൾ കാണുകയാണ്. മോശയുടെ നിയമം അത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളായിരുന്നു. ദൈവ പ്രമാണങ്ങളെ കൃത്യമായിട്ട് പാലിച്ചിരുന്ന മാതാപിതാക്കളായിരുന്നു വിശുദ്ധ യോസേപ്പിതാവും പരിശുദ്ധ അമ്മയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിത് വ്യക്തമായിട്ട് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നതിൽ ഈ ദമ്പതികൾ വീഴ്ച വരുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറി. ദൈവം നൽകിയിരിക്കുന്ന പ്രമാണങ്ങൾ, തിരുവചനത്തിലൂടെ ദൈവം നമ്മളോട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവരായിട്ട് മാറും. നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായിട്ട് മാറുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണ തിരുനാൾ നമ്മളിന്ന് കൊണ്ടാടുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, പരിശുദ്ധ അമ്മ ചോദിക്കുകയല്ല, കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് മുൻപിൽ അമ്മ ഒന്നും ആവശ്യപ്പെടുന്നില്ല, പകരം ദൈവം ആവശ്യപ്പെടുന്ന പരിശുദ്ധ അമ്മ കൊടുക്കുന്നു. നമ്മളൊക്കെ ചെയ്യുന്നത് എന്താ? നമ്മൾ ദൈവത്തിന് മുമ്പിൽ ചെന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ, ജോലി വേണം, ബിസിനസ്സിൽ ഉയർച്ച വേണം, വിദേശത്ത് പോകണം, പഠനത്തിൽ ഉന്നത വിജയം നൽകണം. എന്നാൽ നമ്മൾ ആരെങ്കിലും ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ? ഞാൻ എന്താ നിനക്ക് തരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടോ? ദൈവത്തിന് നമ്മൾ എന്താ കൊടുക്കുന്നത്? ദൈവത്തോട് നമ്മളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താ ദൈവത്തിന് ഞാൻ കൊടുക്കുന്നത് എന്ന് പരിശോധിച്ച് നോക്കുക. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ കൊടുക്കുക. അമ്മ അവളുടെ ജീവിതത്തിലേക്ക് ഒന്നും ദൈവത്തോട് ചോദിക്കുന്നില്ല, പക്ഷെ തൻ്റെ ജീവിതത്തെ ദൈവത്തിന് കൊടുത്തപ്പോൾ അമ്മ ദൈവത്തിന് പ്രിയപ്പെട്ടവളായിട്ട് മാറി. പ്രിയപ്പെട്ടവർ, ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതവും. ദൈവത്തോട് ചോദിക്കുന്നതിൻ്റെ അപ്പുറത്ത് ദൈവത്തിന് കൊടുക്കാനൊരു ജീവിതം നമുക്കുണ്ടാകും. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ അഭിലാഷങ്ങളെയും ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് എൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കണം. ഇതാണ് പരിശുദ്ധ അമ്മ ചെയ്തത്. നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. ഈ ഒരു മനോഭാവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഈ തിരുനാളിൽ പ്രത്യേകമായിട്ട് ഓർക്കപ്പെടേണ്ട രണ്ട് വ്യക്തികളാണ് ശിമയോനും അന്നായും. വർഷങ്ങളോളം ഈശോയ്ക്ക് വേണ്ടി ദേവാലയത്തിൽ കാത്തിരുന്നവരാണ് ഇവരെ കാത്തിരിപ്പിൻ്റെ ഫലം ഈശോ അവരുടെ അരികിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദേവാലയത്തിൽ കാത്തിരുന്ന വർഷങ്ങളാണ്. അവരുടെ കാത്തിരിപ്പിൽ ദൈവം അവരുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവാനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കണം. നമ്മൾ ഓരോരുത്തരും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ അധ്വാന മേഖല ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഇന്ന് തന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് പറഞ്ഞല്ല നമ്മൾ ഇരിക്കേണ്ടത്. ഉപരി ദൈവം എപ്പോൾ നൽകുന്നോ അതിനു വേണ്ടി കാത്തിരിക്കാനുള്ള മനസ്സ് നമ്മൾ രൂപപ്പെടുത്തുക പ്രധാനം. ദൈവം നൽകുന്ന അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കാൻ നീ തയ്യാറായാൽ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമെന്നുകൂടെ ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മായിയുടെ മനോഭാവം വീണ്ടും നമ്മൾ ധ്യാനിക്കുകയാണ്. അമ്മയിൽ കാണുന്ന മറ്റൊരു മനോഭാവമാണ് ശിമയോൻ അമ്മയെ നോക്കി പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് തുളച്ചു കയറും. ജീവിതത്തിൽ സഹനമുണ്ട് എന്നറിഞ്ഞിട്ടും പരിശുദ്ധ അമ്മ സന്തോഷത്തോടെ അവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, സ്വീകരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ നാളെ ഒരു സഹനം വരുമെന്ന് നീ അറിഞ്ഞ ആ സഹനം മാറുന്നതിന് വേണ്ടി നീ എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തും. ആ സഹനം മാറുന്നതിന് വേണ്ടി നീ എന്തെല്ലാം നേർച്ച കാഴ്ചകൾ നടത്തും. എന്നാൽ പരിശുദ്ധ അമ്മ ചെയ്യുന്നത് എന്താ? ആ സഹനത്തെ സ്വീകരിക്കുക. അറിയുന്നുണ്ട് നാളെ സഹനമുണ്ട് എന്ന്, പക്ഷെ അമ്മ സ്വീകരിക്കുന്നു. ഈ മനോഭാവം നമ്മൾ വളർത്തണം. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വന്നാലും വേദനകൾ വന്നാലും കുറ്റപ്പെടുത്തലുകൾ വന്നാലും ഒറ്റപ്പെടുത്തലുകൾ വന്നാലും അവയെ സ്വീകരിക്കാനുള്ള മനസ്സ് നമ്മൾ രൂപപ്പെടുത്തുക. അപ്പോൾ ദൈവാനുഗ്രഹം നിൻ്റെ ജീവിതത്തിലും നിൻ്റെ കുടുംബത്തിലും നിറയും. ഇന്ന് ഈശോയുടെ ദേവാലയ പ്രവേശനത്തിൻ്റെ തിരുനാളും
പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണ തിരുനാളും കൊണ്ടാടുമ്പോൾ ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് സൂക്ഷിക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തെയും ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈ ദിവസത്തിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളെ സമർപ്പിക്കുന്നു. ഇവരുടെ അധ്വാനങ്ങളെ സമർപ്പിക്കുന്നു, ഇവരുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു, യാത്രയെ സമർപ്പിക്കുന്നു, കുടുംബത്തെ സമർപ്പിക്കുന്നു. ഈശോയെ ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈ ദിവസം ഇവരുടെ കൂടെ നിൽക്കണമേ. ഇവരുടെ എല്ലാ കാര്യങ്ങളിലും ഇവരെ സഹായിക്കണമേ. അധ്വാന മേഖലകളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരുടെ വഴികളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന്, പഠന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളെയും, ബന്ധനങ്ങളെയും, തടസ്സങ്ങളെയും, ശാപങ്ങളെയും, ദുരിതങ്ങളെയും, കെട്ടുകളെയും, ആപത്തുകളെയും, അപകടങ്ങളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.